Hi students, welcome to our class. So last class we were discussing about thinking and the basic units of thinking. So we learned about the different units of thinking, and now we want to look by thinking we cannot only by thinking we cannot communicate our thought. ആക്ച്വലി ഈവൻ ഇഫ് വി തിങ്ക് വി നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ്. നമ്മളിപ്പോൾ എന്ത് ചിന്തിച്ചാലും വാട്ട് എവർ ദ തോട്ട്സ് ബി, അത് നമുക്ക് മെയിനായിട്ട് എന്തിനാണ് ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ നമുക്ക് വി വാണ്ട് ടു പുട്ട് ഇറ്റ് ഇൻ അവർ ലൈഫ്. സോ വി നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ്. നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്തിനാണ്? നമ്മുടെ ഐഡിയാസ് മറ്റുള്ളവരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ ഹൗ ക്യാൻ വി കമ്മ്യൂണിക്കേറ്റ്? യാ, വി നീഡ് എ ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ്. നമുക്കൊരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് അത് നമ്മുടെ തോട്ട്സ് എന്താണോ, നമ്മുടെ ഐഡിയാസ് എന്താണോ, വാട്ട് എവർ ദറ്റ് ഗോസ് ഇൻ അവർ ബ്രെയിൻ, നമുക്കത് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മെയിൻലി വി കമ്മ്യൂണിക്കേറ്റ് ത്രൂ സ്പീച്ച്. നമ്മൾ സംസാരിക്കും അല്ലേ? വി സ്പീക്ക് ടു കമ്മ്യൂണിക്കേറ്റ് അവർ ഐഡിയാസ്, ഓർ വി വിൽ ഷോ സം ഗെസ്റ്റേഴ്സ്. വാട്ട് ഈസ് ഗെസ്റ്റേഴ്സ്? സൈൻ ലാംഗ്വേജസ്. ദാറ്റ് ഈസ് നമ്മുടെ ബോഡി പോസ്ചർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ദ വേ ഓഫ് സ്റ്റാൻഡിങ്, നമ്മൾ വെക്കുന്ന പ്രോക്സിമിറ്റി, വാട്ട് എവർ ഇറ്റ് ബി. എന്തിനാണ് ഈ സൈൻ ലാംഗ്വേജസ് ഒക്കെ? എന്തിനാണ്? ദാറ്റ് ഈസ് വി ആർ ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് സം ഇൻഫോർമേഷൻസ് ഓർ സം തോട്ട്സ്. And the third one is writing. So we used to write something. So whatever it be, whether it be speaking, whether it be writing, or it be sign language, there should be a language. ഒരു ലാംഗ്വേജ് വേണം അല്ലേ? ഒരു ഭാഷ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് നമ്മുടെ തോട്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വി നോ ദറ്റ് ദർ ആർ ലോട്ട് ഓഫ് ലാംഗ്വേജസ് ഇൻ അവർ വേൾഡ്. ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. നമുക്ക് ഇപ്പം വി സ്പീക്ക് ഇംഗ്ലീഷ് ഓർ മലയാളം ആൻഡ് വി ഗോ ടു എ സ്റ്റേറ്റ് വേർ ഹിന്ദി ഈസ് ദ language, their mother tongue is Hindi. So how can we communicate it? We will try to communicate using sign language, isn't it? So whatever it be, we need a language. So we can say that language is a system of symbols, and also there are some rules which is combining these symbols, and these rules are used to combine the symbols and we communicate the information. Once again I will tell you, in order to communicate an information we need a system of symbols which are combined using some rules. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിങ്കിങ്ങിന് വരുന്ന റൂൾസ് നമ്മൾ പറഞ്ഞു അല്ലേ? ദാറ്റ് ഈസ് വി ആർ ഫോളോയിങ് സം നോംസ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ഈ നമ്മളിലുള്ള ഒരു സിമ്പിൾ, നമ്മളുടെ തിങ്കിങ്, നമ്മുടെ തോട്ട് ഒരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സിമ്പിൾസിനെയും തോട്ട്സിനെയും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വി ആർ കമ്പൈനിങ് ദം ടുഗെദർ ഇൻ ഓർഡർ ടു communicate information. So we can say that it is a main tool of a thought. In order to communicate a thought, we need a language. Then only others can understand the meaning. ലാംഗ്വേജ് ഉണ്ടെങ്കിലേ എന്ത് പറ്റുള്ളൂ? മറ്റൊരാൾക്ക് നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആൻഡ് വി can also say that language is used to represent the mental activities. Whatever goes through our brain is communicating through our speech or through our writings or through the language or through the, even it can be the look, isn't it? Staring someone, looking, our eye movements, whatever it be, the mental activities are represented through languages, different modes of languages. And it is very important to know what a person think, and the person think he or she want to communicate her thoughts, the informations to be passed from one person to another or to a group of people. So in order to communicate a language, communicate our thoughts and make others understand the meaning of our thoughts, we need an important thing, that is language. Language development is very much required in an individual. So when we take a child, നമ്മൾ ഒരു ന്യൂ ബോൺ ബേബിനെ എടുക്കുമ്പോൾ how he or she will communicate their needs? It is merely for the first week, it is very much clear that crying, they just cry for to meet their needs.
ദർ വിൽ ബി ഓൾവേസ് ക്രൈങ്. നമ്മൾ പറയൂലേ, എന്ത് ഈ ബേബി എപ്പോഴും കരയുന്നേ ചോദിക്കും. ഇറ്റ് ഈസ് ദ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. വാട്ട് എവർ the baby needs or whatever the baby needs to communicate, he or she uses the way of crying. Now നമ്മൾ ഓരോ സ്റ്റേജസിലൂടെ പോകുമ്പോഴും നമുക്ക് ഓരോ സ്റ്റേജിലും ഓരോ മന്തിൽ നമ്മളിങ്ങനെ ചെയ്യണം. നമ്മൾ പറയില്ലേ, ഇപ്പം 9 മാസമായപ്പോൾ കുട്ടി നടന്നോ എന്ന് ചോദിക്കും അല്ലേ, 10 മാസമായി കുട്ടി ഓടാൻ തുടങ്ങിയോ, നടക്കാൻ തുടങ്ങിയോ, കുട്ടി എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കും. If someone asks to if there is any baby in our family, someone will ask to us or we will ask to some others. So ഇത് എന്തിനാണ്? there are some milestones of development. ഓരോ സ്റ്റേജിലും ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് നമ്മൾ എന്താണ് പറയുക? മൈൽസ്റ്റോൺസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുക. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫ്രം ഫസ്റ്റ് വീക്ക് വി സെഡ് ദാറ്റ് ഇറ്റ് ഈസ് ക്രൈയിങ്. ഇൻ ദ 12th week it is smiling. Smiles when we talk to the baby, he or she will smile and then makes a cooing sign. They will be making some sound, how the sounds that babies make. So it is known as cooing sound. So they will just when it reaches to 12 weeks, they will smile and makes a cooing sound. When they reach 16 weeks, they will be trying to turn their heads. If someone calls them from this side, they will turn like this, and from another side they will turn like this. And if we are trying to give them some toys, അല്ലേ, നമ്മൾ കിലുക്കൊക്കെ കൊടുക്കും. സോ കിലുക്കിയൊക്കെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുക? they will be turning their head towards the sound. So ദാറ്റ് ഈസ് നമ്മൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യും അല്ലേ, ഡെവലപ്മെൻറ്റ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള റെസ്പോൺസൊക്കെ ഈ ഒരു ബേബി തന്നിരിക്കണം, അതായത് സമയത്ത് തന്നിരിക്കണം. ദർ മേ ബി എ ഡിലേ ഓഫ് 2 weeks ഓർ ചിലപ്പം കുട്ടികൾ കുറച്ച് നേരത്തെ ചെയ്യും, കുറച്ച് കുട്ടികൾ ചിലപ്പോൾ പതിയെ ചെയ്യും. പക്ഷേ വളരെയധികം ഡിലേ വരാൻ പാടില്ല. അപ്പോഴാണ് നമ്മൾ ഡിലേ ചൈൽഡ് എന്ന് പറയുന്നത്. സോ ഒരു 20 weeks ഒക്കെ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ വവൽ സൗണ്ടും കൺസണൻറ്റ് സൗണ്ട്സും ഒക്കെ വരുന്ന പോലെ തോന്നും. നമ്മൾ പറയും, കുട്ടി ബാ എന്ന് പറഞ്ഞു, കുട്ടി പാ എന്ന് പറഞ്ഞു എന്ന് പറയും അല്ലേ, പറഞ്ഞു എന്ന് പറയും. സോ they will start making vowel sounds and consonant sounds. I hope you know what is vowel and consonant sounds. Then when he or she reaches the 6th month of their development, 6 മാസമൊക്കെ ആകുമ്പോഴേക്കും എന്താകും? ഈ ക്യൂയിങ് സൗണ്ട് മാറിയിട്ട് കുറച്ച് ബാബ്ലിംഗ് സൗണ്ട്സ് ഒക്കെ ആവും. അതായത് കുറച്ച് മീനിങ്ലെസ് സൗണ്ട്, അവരുടെ സൗണ്ടിലെ കുറച്ച് മാറ്റങ്ങൾ വരും. അവർ കുറച്ച് ഒന്നുകൂടെ മെച്യൂർഡായിട്ടുള്ള കുറച്ച് സൗണ്ട്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ തുടങ്ങും. അപ്പോൾ നമ്മൾ പറയും, കുട്ടി അങ്ങനെ പറഞ്ഞു, കുട്ടി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയും. സോ ഒരു ക്യൂയിങ് സൗണ്ടിൽ നിന്ന് അവരെന്ത് ചെയ്യും? കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ളൊരു സൗണ്ട് ഉണ്ടാവും. പക്ഷേ സ്റ്റിൽ ദർ വോണ്ട് ബി എനി മീനിങ് ഫോർ ദ സൗണ്ട്. ആൻഡ് ദെൻ 6 months എന്ന് പറഞ്ഞു. ഒരു 8 months ഒക്കെ ആകുമ്പോൾ നമുക്ക് പറയാം ഇതൊരു കുറച്ചും കൂടെ ക്രിട്ടിക്കൽ പീരീഡാണ്. 8th month ഈസ് സംവാട്ട് ക്രിട്ടിക്കൽ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ്. ആ ഒരു സമയമാകുമ്പോഴേക്ക് ഈ കുട്ടി എന്ത് ചെയ്യണം? ദർ ഷുഡ് ബി എ റിപ്പീറ്റ് ഓഫ് സർട്ടൺ സിലബിൾസ്. ഇപ്പോൾ ബ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ പറയും, ത പറയാൻ തുടങ്ങും. അങ്ങനെ എന്തെങ്കിലും ഒരു സിലബിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിലബിൾ തന്നെ റിപ്പീറ്റ് ചെയ്യും. മമ്മ. മോസ്റ്റ് പ്രോബബ്ലി they will be trying to say ma because to call amma or umma like that. സോ അവർ പല സിലബിൾസും അവരെന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. സോ അവരെത്രത്തോളം സെൻസിറ്റീവ് ആണ് എന്നറിയുന്നത് ആ സമയത്താണ്. അപ്പം 8 month ഒക്കെ ആവുന്ന കുട്ടിക്ക് ഒരു ലാംഗ്വേജ് എക്സ്പോഷർ കിട്ടുന്നില്ല. അപ്പം നമ്മൾ കുട്ടീനോടൊന്ന് സംസാരിക്കുന്നില്ല കാര്യമായിട്ട്, നമ്മൾ കുട്ടീൻ്റെ നീഡ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബട്ട് വി ആർ നോട്ട് കമ്മ്യൂണിക്കേറ്റിംഗ്. ആക്ച്വലി മദേഴ്സ് യൂസ് ടു ടോക്ക് ടു ദ ചൈൽഡ്, ഇസൻറ്റ് ഇറ്റ്? ഇപ്പം ന്യൂ ബോൺ ബേബി ആണെങ്കിലും നമ്മൾ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കും, നീ കരയാണല്ലേ. ഈവൻ ഇഫ് ഈ ഇപ്പം നമ്മൾ പറയും കുട്ടികൾ മൂത്രമൊഴിക്കുക എന്ന് പറയും, നീ മൂത്രം ഒഴിച്ചു അല്ലേ. വി നോ ദാറ്റ് നോ റെസ്പോൺസ് ഈസ് ഗോയിങ് ടു കം ഫ്രം ദെയർ സൈഡ്, ബട്ട് ഈവൻ വി ടോക്ക് ടു ദം. നീ എന്തിനാ കരയണേ, യു വാണ്ട് മിൽക്ക്, അങ്ങനെയൊക്കെ ചോദിക്കും നമ്മൾ. അപ്പോൾ എന്തിനാ ചോദിച്ചാൽ വി ജസ്റ്റ് വാണ്ട് ടു മേക്ക് ദിസ് ചൈൽഡ് എക്സ്പോസ് ടു ലാംഗ്വേജ് സോ ദാറ്റ് ഹി ഓർ ഷീ ക്യാൻ അക്വയർ ഇറ്റ്. നമ്മൾ ആ കുട്ടികളുടെ എക്സ്പോസ്ഡ് ആക്കിയാൽ അവർക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാം? ലാംഗ്വേജ് അക്വയർ ചെയ്യാം. അപ്പോൾ ഒരു 8 month ഒക്കെ ആവുന്ന ബേബിക്ക് ഈവൻ ആ ലാംഗ്വേജ് അക്വിസിഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ലാംഗ്വേജ് ഒക്കെ എന്തായിരിക്കും? സ്ലോ ആയിട്ടായിരിക്കും അവരുടെ അക്വിസിഷൻസ് വരിക. സോ അവർക്ക് ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ ഭയങ്കര ഡിഫിക്കൾട്ടായിരിക്കും ലേറ്ററായിട്ട്. സോ ഇത് പിന്നെ കഴിഞ്ഞൊരു 24 months ഒക്കെ ആവുകയാണ്. 24 months എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇറ്റ് ഈസ്
2 ഇയേഴ്സൊക്കെ ആകുമ്പോൾ എന്ത് സംഭവിക്കണം, ഒരു 50 വേർഡ്സ് ഉള്ള ഒരു വരുന്ന രീതിയിലുള്ള സെൻറ്റൻസ് ഒക്കെ കുട്ടി പറഞ്ഞിരിക്കണം. അതായത് കുട്ടി ആദ്യമൊക്കെ കുട്ടികൾ വേർഡ്സ് പറയും. ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു വയസ്സായ കുട്ടി ചിലപ്പോൾ എന്താ പറയുക, മമ്മം എന്ന് പറയും ഫോർ ഫുഡ്, ഇസ്ൻ്റ് ഇറ്റ്. ഇപ്പോൾ അല്ലെങ്കിൽ ഹി വിൽ സ്റ്റാർട്ട് സേയിങ് ബൗ ബൗ ഫോർ ഡോഗ്. അതിൽ നിന്ന് എന്ത് ചെയ്യണം, 24 മന്ത്സൊക്കെ ആയി 2 മന്ത്സൊക്കെ ആകുമ്പോഴേക്കും അവരെന്ത് പറയണം, വേറെ അവരുടെ നീഡ്സ് കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് പറയാൻ അവർ ശ്രമിക്കണം. അധികം പാരഗ്രാഫായിട്ടൊന്നും പറയില്ല, ജസ്റ്റ് ഒരു 50 വേർഡ്സൊക്കെ വരുന്ന രീതിയിൽ അവരുടെ നീഡ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇനി ഒരു 30 മന്ത്സ് ആകുമ്പോൾ എന്താ സംഭവിക്കുക, വാട്ട് ഈസ് 30 മന്ത്സ് മീൻസ് ഹൗ മച്ച്, 2.5 ഇയേഴ്സ്. 2.5 ഇയേഴ്സ് ആകുമ്പോഴേക്ക് 50 വേർഡ്സിൽ നിന്ന് 100 വേർഡ്സിലോട്ടൊക്കെ വന്നിട്ട് കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ, ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചുകൂടെ ന്യൂജൻ കുട്ടികളാണ് അല്ലേ. ഒരു 2 ഇയേഴ്സ് ആകുമ്പോഴേക്ക് തന്നെ അവരെന്ത് ചെയ്യും, they will be saying 100 words. It is based on the exposure of the child. ആ കുട്ടി എത്രത്തോളം ലാംഗ്വേജിനായിട്ട് എക്സ്പോസ്ഡ് ആണോ, എത്രത്തോളം കമ്മ്യൂണിക്കേഷൻ വരുന്നോ, അത്രയും ഫാസ്റ്റ്ലി വാട്ട് ഹാപ്പൻസ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്സ് ടേക്സ് പ്ലേസ്. അപ്പോൾ നേരത്തെ 2 വേർഡ് ഫ്രേസൊക്കെയാണ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ 3 to 5 വേർഡ് ഫ്രേസസൊക്കെ അവരെന്ത് ചെയ്യും, യൂസ് ചെയ്യും. പിന്നെ കുട്ടികൾ ഷോർട്ട് സെൻറ്റൻസസ് ആക്കിയിട്ട് തന്നെ അവരുടെ നീഡ്സ് പറയാൻ തുടങ്ങും. സോ നമുക്ക് ടെലിഗ്രാഫിക് സ്പീച്ച് ഉണ്ട്. ടെലിഗ്രാഫിക് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻറ്റൻസസ് ദാറ്റ് സൗണ്ട്സ് ആസ് ഇഫ് ദേ ആർ പാർട്ട് ഓഫ് ടെലഗ്രാം. അതായത് ആദ്യമൊക്കെ അവർ അച്ചടിച്ച പോലെയാണ് പറയുക, പിന്നെ അവരെന്ത് ചെയ്യും, സെൻറ്റൻസ് ആയിട്ട് ഷോർട്ട് സെൻറ്റൻസസ് ഒക്കെ അവർ യൂസ് ചെയ്ത് എന്ത് ചെയ്യും, അവരുടെ മെസ്സേജസ് നമ്മൾക്ക് കൺവേ ചെയ്യിക്കും. ആദ്യം എങ്ങനെയാണ് പറയുക, ചെയർ ഇപ്പോൾ കുട്ടിയുടെ പേര് ഇപ്പോൾ ഹാമി എന്നാണെങ്കിൽ ചെയർ ഹാമി എന്ന് പറയും. അപ്പോൾ എന്താ, യു വോണ്ട് ടു സിറ്റ് ഇൻ ദ ചെയർ. അങ്ങനെ മമ്മം ബേബി എന്ന് പറഞ്ഞാൽ ബേബി നീഡ്സ് ഫുഡ്, ഇസ്ൻ്റ് ഇറ്റ്. സോ ബട്ട് കുറച്ചുകൂടെ ഒന്ന് 2 to 2.5 ഒക്കെ ആകുമ്പോഴേക്ക് എനിക്ക് മമ്മം വേണം എന്ന് പറയാനുള്ള രീതിക്ക് ആവും കുട്ടികൾ. ഐ എം സേയിങ് യു സം എക്സാമ്പിൾസ് ഓക്കെ ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ്. സോ നമ്മൾ പറഞ്ഞു 30 മന്ത്സ് ഒക്കെ ആകുമ്പോഴേക്ക് 100 വേർഡ്സ് വരണം എന്ന് പറഞ്ഞു. ഇനി ഒരു 36 മന്ത്സ് ഒക്കെ ആകുമ്പോഴേക്ക്, എത്ര വയസ്സായി 36 മന്ത്സ് ആകുമ്പോൾ, 3 ഇയേഴ്സ് ചൈൽഡായി. 3 ഇയർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോർ ദാൻ ഇനഫ് ടു ടോക്ക്. നന്നായിട്ട് നമ്മൾ പറയില്ല, നല്ല സ്പീഡായിട്ട് സംസാരിക്കുന്ന കുട്ടികളുണ്ടാവും, നല്ല സ്മാർട്ടായിട്ട് നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ 36 ഒക്കെ ആകുമ്പോഴേക്ക് 36 മന്ത്സ് ഒക്കെ ആകുമ്പോഴേക്ക് അവരുടെ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ ഹൈലി ഡെവലപ്ഡ് ആയിരിക്കും. Now, there is a term known as overgeneralization. Overgeneralization means the phenomenon by which children apply language rules, even the application results in an error. ഈ ഒരു സമയമാകുമ്പോഴേക്കും അവരെന്ത് ചെയ്യും, റൂൾസ് നമ്മൾ ആ ഒരു കറക്റ്റായിട്ട് റൂൾസൊക്കെ വെച്ചിട്ട് അവർ പറയാൻ തുടങ്ങും. പക്ഷേ സ്റ്റിൽ അവരുടെ ഗ്രാമാറ്റിക് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അവരവിടുന്ന് ഇവിടുന്ന് കേൾക്കുന്ന വേർഡ്സൊക്കെ വെച്ചിട്ട് നമ്മളോട് സംസാരിക്കും. അവരുദ്ദേശിക്കുന്ന ഇൻഫർമേഷൻ കൺവേ ചെയ്യാൻ അവർ ശ്രമിക്കും ബൈ ഫോളോയിങ് ദ റൂൾസ് ഓഫ് ലാംഗ്വേജ്. ബട്ട് എന്ത് സംഭവിക്കും, ഈവൻ ഇറേഴ്സ് ഉണ്ടാവാം, എന്നാലും ദേ വിൽ ട്രൈ ടു യൂസ് ദ റൂൾസ് ഫോർ ദ കമ്മ്യൂണിക്കേഷൻ. ഒരു 48 മന്ത്സ് ഒക്കെ ആകുമ്പോഴേക്ക് ബേസിക് എലമെൻറ്റ്സ് ലാംഗ്വേജിൽ പക്കായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു 3.5 to 4 years ആണ് ബെസ്റ്റ് സ്കൂളിംഗ് ടൈം എന്ന് പറയുന്നത്. ആ സമയത്ത് ദേ ആർ ദ മാസ്റ്റേഴ്സ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ദേ ക്യാൻ, അവരുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന ഭയങ്കരമായിട്ട് ആക്റ്റീവായിരിക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ സ്കൂളൊക്കെ കുട്ടികളെ 3.5 4 years ചേർത്തണം എന്ന് പറയുന്നത്. ആ സമയത്ത് അവരിങ്ങനെ ലാംഗ്വേജിലൊക്കെ മാസ്റ്റർ ആയിട്ട് ഇരിക്കുന്ന സമയമായിരിക്കും. സോ ദേ ക്യാൻ ലേൺ മോർ തിങ്സ് വെരി ഈസിലി. സോ ബൈ ദിസ് ഐ എം കൺക്ലൂഡിങ്. നമ്മൾ ഇന്ന് വാട്ട് ഈസ് ലാംഗ്വേജ് എന്നും മൈൽ സ്റ്റോൺസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും ആണ് നോക്കിയത്. ഇനി നെക്സ്റ്റ് ഡേ വി ആർ ഗോയിങ് ടു ലുക്ക് സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ്. സോ സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിന് കുറച്ച് റൂൾസ്, നമ്മൾ പറഞ്ഞു ലാംഗ്വേജിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഒരു ലാംഗ്വേജ് ആണെങ്കിൽ അതിന് മീനിങ് വേണം, അതിന് ഒരുപാട് സിമ്പിൾസ് വേണം, ഒരു സ്ട്രക്ചർ വേണം. ഇപ്പം വേർഡ്സ് അങ്ങനെ ഇങ്ങനെയൊന്നും ഇട്ടാലൊന്നും നമുക്ക് അർത്ഥം മനസ്സിലാവില്ല. സോ അതിന് നമ്മൾ നന്നായിട്ട് ഒരു മീനിങ് ഫുൾ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് നോക്കേണ്ട കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഏതൊക്കെയാണ് ലാംഗ്വേജിൽ ഹെൽപ്പ് ചെയ്യുന്ന എലമെൻറ്റ്സ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് ഓഫ് എലമെൻറ്റ്സ് എന്ന് നമ്മൾ നോക്കും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. താങ്ക് യു.